ടോപ്പ് ട്യൂഷൻ്റെ SSLC മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 4 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് ഓവർവ്യൂ നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരു ഇവൻറ്റ്, എനി ഇവൻ്റ് ആയിക്കോട്ടെ, ആ ഒരു ഇവൻ്റ് നടക്കാനുള്ള ചാൻസ് എത്രയാണെന്നാണ് നമ്മൾ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ അറിയുന്ന ഒരു ഇവൻ്റ്, ഒരു സിമ്പിൾ ഇവൻ്റ്, സൺ റൈസസ് ഫ്രം ഈസ്റ്റ്, അത് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു ദിവസം സൺ ഉദിച്ചു, അതായത് റൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 100% അത് ഈസ്റ്റിൽ നിന്ന് തന്നെയാണ് ഉദിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ആരും ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ തന്നെ സൺ റൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈസ്റ്റിൽ നിന്ന് തന്നെയാണെന്ന് ഉറപ്പായ ഒരു കാര്യമായത് കാരണം ഇന്ന് സൺ വെസ്റ്റിൽ നിന്ന് റൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ആരും ആലോചിക്കുക പോലും ചെയ്യാറില്ല. അതായത് ഇതൊരു ഷുവർ ഔട്ട്കം ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ആ ഷുവർ ഔട്ട്കം ആയിട്ടുള്ള ഇത്തരം ഇവൻറ്റുകളുടെ ചാൻസ് 100% ആണ്. അതായത് സൺ ഡെയിലി റൈസ് ചെയ്യുന്നുണ്ട്, ഡെയിലി ഈസ്റ്റിൽ നിന്ന് തന്നെ റൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എല്ലാം 100% ഒരു വ്യത്യാസമില്ലാതെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഈവൻസാണ് ഇത്. ഇനി വേറൊരു ഇവൻറ്റ് നമ്മൾ എടുക്കുക, ഒരു ഡൈസ് റോൾ ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു ഈവൻറ്റ് ഡിഫൈൻ ചെയ്യുന്നു. ഡൈസ് റോൾ ചെയ്ത് എനിക്കൊരു നമ്പർ 7 ഈ ഡൈയിൽ വേണം. അതാണ് നമ്മുടെ ഇവൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നടക്കണ ഇവൻ്റാണോ? നോക്കൂ, ഒരു ഡൈയിൽ 6 സൈഡ്സ് ആണുള്ളത്, 1 to 6 ആണ് ആ ഡൈയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത്ര ഒരു ഡൈസിനെ നമുക്ക് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 7 കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ഇവൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻറ്റിൻ്റെ ചാൻസ് അത് സംഭവിക്കാനുള്ള ചാൻസ് എന്താണ്? 0%. മാത്തമാറ്റിക്കലി നമ്മൾ പറയും ഇത് 0% ആണ്. ഇത് നടക്കാനുള്ള ചാൻസ് പ്രോബബിലിറ്റി. സൺറൈസിൻ്റെ കാര്യത്തിൽ 100% ഷുവറാണ്. സൺ കിഴക്കിൽ നിന്ന് തന്നെ ഉദിക്കുന്നു എന്നുള്ള 100% ഷുവറാണ്. മാത്തമാറ്റിക്കലി ചാൻസ് നമ്മൾ പറയും 100% ആണ്. അതിനെ പറയും നമ്മൾ പ്രോബബിലിറ്റി, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഇനി ഷുവർ ഇവൻറ്റിൻ്റെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതായത് പ്രോബബിലിറ്റി 1 ആണ്. ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് പ്രോബബിലിറ്റി 0 ആണ്. ഇവിടെ നമ്മൾ ഷുവർ ഇവൻറ്റ്സിൻ്റെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് 100% ആണെന്ന് കണ്ടു. ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതായത് പ്രോബബിലിറ്റി 0% ആണെന്നും കണ്ടു. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ ഇവൻറ്റ്സും എപ്പോഴും ഇങ്ങനെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് എന്തായാലും സംഭവിക്കും അല്ലെങ്കിൽ എന്തായാലും സംഭവിക്കില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയാനുള്ള പറ്റുന്ന ഇവൻറ്റ്സ് ആയിരിക്കില്ല. പല ഇവൻറ്റ്സിൽ ചിലപ്പോൾ നമ്മൾ പറയും നടക്കാനും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസാണ് പലതും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്നത്. അത്തരം സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു ഡൈസ് റോൾ ചെയ്യുക. ആ റോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം 6 സൈഡ് ഉണ്ട്, 1 to 6 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം റോൾ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ 1 to 6 വരെയുള്ള ഒരു നമ്പർ കിട്ടും. അടുത്ത പ്രാവശ്യം റോൾ ചെയ്യുമ്പോഴും ആ സെയിം നമ്പർ തന്നെ കിട്ടുമെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഈ 1 to 6 ഏതെങ്കിലും ഒരു നമ്പർ കിട്ടും. അതായത് ഓരോ പ്രാവശ്യം സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന ഔട്ട്കം വേറെ വേറെ ആയിരിക്കും. അത്തരം കേസുകളിൽ നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഇവൻ്റ് നടക്കാനുള്ള ചാൻസ് എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സിമിലറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെസലിൽ നമ്മൾ കുറച്ച് റെഡ് ബോളും ബ്ലൂ ബോൾസും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് റാൻഡമായിട്ടൊരു ബോൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ബോൾ നമ്മൾ പറയണമൊക്കെ ഒരു ബ്ലൂ എടുക്കൂ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടു. അന്നേരം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ബ്ലൂ തന്നെ കിട്ടുന്നു എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ബ്ലൂ കിട്ടും, അല്ലെങ്കിൽ റെഡ് കിട്ടും. അതായത് സെയിം ആക്ഷൻ, പിക്കിങ് എ ബോൾ, അത് ചെയ്യുമ്പോൾ ഔട്ട്കം വേറെ വേറെയാണ്. ഇത് നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഓരോ ആ ഇവൻറ്റ് നടക്കാം. ബ്ലൂ ബോൾ എടുക്കാൻ പറ്റുന്നതിൻ്റെ ചാൻസ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സിമിലർലി കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടെയിലും വരാം. അപ്പോൾ ഹെഡ് വരും, എല്ലാ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിരിക്കും, എപ്പോഴും ഹെഡ് വരും എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ മാത്തമാറ്റിക്കലി അതിൻ്റെ ചാൻസ് എത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം ഹെഡോ ടെയിലോ വരാനാണ് ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളൊരു ഡിഫൈൻ ചെയ്ത ഇവൻറ്റ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് കേരള സ്റ്റേറ്റിൻ്റെ പിക്ചറുള്ള ഒരു സൈഡ് വേണം എന്നാണ് ഇവൻറ്റ് ഡിഫൈൻ ചെയ്തതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് പറയാം അതൊരു ഇമ്പോസിബിൾ ഇവൻ്റ് ആണെന്ന്. കാരണം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടെയിലും കിട്ടാനുള്ള ചാൻസേ ഉള്ളൂ. അതിൽ നിന്ന് പുറത്തുള്ള ഒരു ഇവൻ്റ് നമുക്കവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കേരള സ്റ്റേറ്റ് വരുന്ന ഒരു സൈഡുള്ള വശമുള്ള കോയിൻ ഇല്ലല്ലോ. അപ്പോൾ അത്തരം ഇവൻറ്റ് ഡിഫൈൻ ചെയ്താൽ നമുക്ക് ഇമ്പോസിബിൾ ഇവൻ്റ് ആണ്, 0 പ്രോബബിലിറ്റി ആണെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ചാൻസ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടാകും. അത്തരം കുറച്ച് സിറ്റുവേഷൻസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 1 ആണ്, ഇമ്പോസിബിൾ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഇവൻറ്റ്സിൻ്റെയൊക്കെ പ്രോബബിലിറ്റി ഇതിന് രണ്ടിനും നടുവിലായിരിക്കും. കാരണം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ആ പെർട്ടിക്കുലർ ഇവൻറ്റ് ഡിഫൈൻ ചെയ്ത ആ ഇവൻറ്റ് നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ബോൾ പിക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഡിഫൈൻ ചെയ്ത ഇവൻറ്റ് എങ്കിൽ ഒരു പ്രാവശ്യം ബോൾ പിക്ക് ചെയ്യുമ്പോൾ ബ്ലൂ ബോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഇവൻറ്റ് നടന്നു. അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ബ്ലൂ കിട്ടിയില്ല, റെഡാണ് കിട്ടിയെന്ന് പറയുമ്പോൾ അത് ഹാപ്പൻ ചെയ്തില്ല. അതായത് ഓരോ ആക്ഷൻ നമ്മളത് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഡിഫൈൻ ചെയ്ത ഇവൻറ്റ് നടക്കാനും നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രോബബിലിറ്റി 0ക്കും 100നും നടുവിലായിട്ടാണ് വരുന്നത്. ഇത്തരം പ്രോബബിലിറ്റി ഓഫ് ചാൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതിനെ നമ്മൾ പറയും പ്രോബബിലിറ്റി. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്കൊരു ഇവൻറ്റ് ഡിഫൈൻ ചെയ്തു, ഒരു ബ്ലൂ ബോൾ പിക്ക് ചെയ്യാനുള്ള ഒരു ബക്കറ്റിൽ നമുക്ക് കുറച്ച് ബോൾസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ബ്ലൂ ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്? ആദ്യത്തെ ഒരു ബാസ്ക്കറ്റിൽ എല്ലാം ബ്ലൂ ബോൾ മാത്രമേ തന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു ബാസ്ക്കറ്റിൽ ബ്ലൂ ഒട്ടുമില്ല, ബാക്കി കളറിലെ ബോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് ഒരു ബ്ലൂ ബോൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറലി നമ്മൾ ഈ ബാസ്ക്കറ്റിലേ വരുള്ളൂ. നമുക്കറിയാം ഇതിൽ നിന്ന് ഏത് ബോൾ എടുത്താലും അത് ബ്ലൂ ആയിരിക്കും, കണ്ണടച്ചെടുത്താൽ അത് ബ്ലൂ ആയിരിക്കും. ബിക്കോസ് ബ്ലൂ മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ കേസിന് നമ്മൾ പറയുന്നത് ഒരു ഷുവർ ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഷുവർ ആയിട്ടുള്ള ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ അറിയാലോ 100%. ഈ ഇവൻറ്റ് ബ്ലൂ ബോൾ എടുക്കുക എന്നുള്ള ഈ ഇവൻറ്റ് 100% സക്സസ്ഫുൾ ആകാനുള്ള ചാൻസാണ് ഈ ഒരു ബാസ്ക്കറ്റിൽ നിന്നുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഷുവർ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി 100% ആണ്. പ്രോബബിലിറ്റി 100% എന്ന് പറഞ്ഞാൽ 1. ഇനി ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബ്ലൂ ബോളേ ഇല്ല. നമ്മൾ ഒരു പ്രാവശ്യം ബോൾ എടുത്തു, കളർ ബ്ലൂ അല്ല. നെക്സ്റ്റ് എടുത്തു, 100 ടൈംസ് റിപ്പീറ്റ് ചെയ്താലും ബ്ലൂ കിട്ടില്ല. അതായത് ഇവിടെ ബ്ലൂവേ ഇല്ല. ഇത്തരം ഇവൻറ്റിനെ നമ്മൾ പറയും ഇമ്പോസിബിൾ ഇവൻറ്റ്. ബ്ലൂ കളർ ഇല്ലാത്ത ഈ സ്ഥലത്ത് നിന്ന് ബ്ലൂ ബോൾ തപ്പിയാൽ ഇത് കിട്ടില്ല എന്ന് നമുക്കറിയാം. ഇമ്പോസിബിൾ ഇവൻറ്റ്, അതായത് ബ്ലൂ ഇല്ലാത്ത ഈ ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബ്ലൂ ബോൾ എടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയത് കാരണം ഇതിൻ്റെ പ്രോബബിലിറ്റി 0% ആണെന്ന് നമ്മൾ മാത്തമാറ്റിക്കലി പറയും. അതാണ് ഇവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഇല്ല, അതുകൊണ്ട് 0% ആണെന്ന് നമ്മൾ എഴുതി. ഈ രണ്ട് കേസുകളും നമുക്ക് പ്രോബബിലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ട് ഒരു ആക്ഷൻ നടന്ന് അതിൻ്റെ ഓരോ 100 ടൈംസ് നമ്മളിത് റിപ്പീറ്റ് ചെയ്താലും പിക്കിങ് എ ബോൾ, അതായത് ഒരു ബോൾ എടുക്കുക എന്നുള്ള ആക്ഷൻ 100 ടൈംസ് ഇവിടെ നിന്ന് എടുത്താലും റിസൾട്ട് സെയിം തന്നെ ആയിരിക്കും. എല്ലാം ബ്ലൂ ബോൾ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഓരോ 100 ടൈംസ് റിപ്പീറ്റ് ചെയ്താലും ബ്ലൂ അല്ലാത്ത വേറെ ഏതെങ്കിലും കളർ ബോൾ തന്നെ. അതായത് റിസൾട്ട് സെയിം തന്നെ, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും ഒരേ റിസൾട്ട് തന്നെ തരും. അപ്പോൾ അത് നമ്മൾ പ്രോബബിലിറ്റി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കറക്റ്റായിട്ട് ഷുവർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻറ്റ് 0%, 100% പ്രോബബിലിറ്റി ആയിട്ടുള്ള ആ സിറ്റുവേഷനാണ് ഇത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഇതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള സംഭവങ്ങളാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളൊരു ആക്ഷൻ പിക്കിങ് എ ബോൾ, ബ്ലൂ ബോളാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ബോൾ എടുക്കണം. ആ ബോൾ എടുക്കുമ്പോൾ ബ്ലൂ ബോൾ ആകാനും ചാൻസ് ഉണ്ട്, ബ്ലൂ ബോൾ ആകാതിരിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ 2 ഔട്ട്കം അല്ലെങ്കിൽ എനി നമ്പർ ഓഫ് മോർ ദാൻ 1 ഔട്ട്കംസ് ഉള്ള സിറ്റുവേഷനിൽ
എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ചാൻസ് കണക്കാക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഒരു ബേസിക് സിറ്റുവേഷൻ എടുക്കാം. പകുതിയായിട്ട് എടുക്കാം. പകുതി ബ്ലൂ ബോൾസും പകുതി റെഡ് ബോളും. ഇപ്പോൾ നമ്മൾ 100 ആണ് ബേസ് കൗണ്ട് എന്ന് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 50 റെഡ് ആൻഡ് 50 ബ്ലൂ ആക്കാം. ഈ ഒരു കേസിൽ നമ്മൾ റാൻഡമായിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൗണ്ട് സെയിം ആയത് കാരണം ബ്ലൂ ആകാനും ചാൻസ് ഉണ്ട്, റെഡ് ആകാനും ചാൻസ് ഉണ്ട്. രണ്ടുപേർക്കും ഈവൻ ചാൻസസ് ആണ് ഉള്ളത്. അത്തരം പ്രോബബിലിറ്റി നമ്മൾ പറയും ഹാഫ് 50%. അതായത് ഇവിടെ രണ്ടിൻ്റെ നമ്പർ സെയിം തന്നെയാണല്ലോ. അപ്പോൾ ആ ഈവൻ ചാൻസ് ആയത് കാരണം ഇത് 50% ചാൻസ് ആണ് ഇതിൽ നിന്നും ബ്ലൂ കിട്ടാനുള്ളതെന്ന് മനസ്സിലായി. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ 100 ബോൾസും ബ്ലൂ ആയ സിറ്റുവേഷനിൽ നിന്ന് ഒരു 20 ബോൾസ് മാറ്റിയിട്ട് വേറെ കളർ ബോൾ ഇട്ടു. വേറൊരു സിറ്റുവേഷനിൽ ഇവിടെ ബ്ലൂ ബോൾസ് ഒട്ടുമില്ലാത്ത ആ ബക്കറ്റിൽ നിന്ന് ഒരു മേ ബി അറൗണ്ട് 10 or 20 മാറ്റിയിട്ട് കുറച്ച് ബ്ലൂ ബോൾസ് ഇട്ടു. ഇവിടെ നമ്മൾ രണ്ടും നോക്കുമ്പോൾ നമ്മുടെ ആക്ഷൻ പിന്നെയും സെയിം തന്നെയാണ്. പിക്കിങ് എ ബ്ലൂ ബോൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ബക്കറ്റായിരിക്കും ബ്ലൂ ബോളിന് വേണ്ടി സെലക്ട് ചെയ്യുക? നാച്ചുറലി ഇത് തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യണത്. കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാം 100 80 ബോൾസും ബ്ലൂ ആണ്. അതായത് ബ്ലൂ ബോൾസിൻ്റെ കൗണ്ട് ഈ ബക്കറ്റിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റാൻഡമായ ഒരു ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബ്ലൂ ബോൾ ആകാനുള്ള ചാൻസ് കൂടുതൽ ഈ ഏരിയയിലാണ്, ഈ ബക്കറ്റിലാണെന്ന് മനസ്സിലായി. അതായത് കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതലുള്ളത് ഈ ബക്കറ്റാണ്. അതായത് കൂടുതൽ ബ്ലൂ ബോൾസ് പ്രസൻ്റ് ആണ് ഇവിടെ. അതിൻ്റെ പ്രോബബിലിറ്റി മോർ ദാൻ ഹാഫ് ആയിരിക്കും. 50 ആയിരുന്ന കേസിൽ ഹാഫായ പ്രോബബിലിറ്റി ഇവിടെ 80 അറൗണ്ട് ബ്ലൂ ബോൾസ് ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ പ്രോബബിലിറ്റി ഈ ഹാഫിനേക്കാളും കൂടുതലായിരിക്കും. ഈ കേസിൽ വരുമ്പോഴേക്കും കിട്ടാൻ ഒട്ടും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് കിട്ടുമല്ലോ, ഒരു അറൗണ്ട് 10 or 20 ബ്ലൂ ബോൾസ് ഉണ്ട്. എന്നാലും കൂടുതൽ ബ്ലൂ അല്ലാത്ത ബോൾസ് ആയത് കാരണം ബ്ലൂ അല്ലാത്ത ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ബ്ലൂ ബോൾ കിട്ടാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും, എന്നാലും ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ഡിഫൈൻഡ് ഇവൻ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചാൻസ് നമ്മളങ്ങനെ മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന ഫോർമുല, ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് വെച്ചാൽ ഈ ഇവൻറ്റ്, പറഞ്ഞിരിക്കുന്ന ഈ ഇവൻറ്റ് സാറ്റിസ്ഫൈ ആകാനുള്ള ചാൻസിലുള്ള ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഈ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ. ആ ബോൾ പിക്ക് ചെയ്യുമ്പോൾ ബ്ലൂ ബോൾ ആകുന്നതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം. ഇവിടെ 100 ബോൾസും ബ്ലൂ ആയത് കാരണം പിക്ക് ചെയ്യുന്ന എല്ലാ ബോൾസും നമ്മുടെ ഫേവറബിൾ ഔട്ട്കം തന്നെയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഈ കേസിൽ 100 തന്നെ. ടോട്ടൽ എത്ര ബോൾ പിക്ക് ചെയ്യാൻ പറ്റും? ടോട്ടൽ 100 ബോൾസ് അല്ലേ ഉള്ളത്. അപ്പോൾ 100 തന്നെയാണ് പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ ഈ കേസിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 100 by 100. അതാണ് 1. പ്രോബബിലിറ്റി 1 100%. ഈ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് 0 ആണ്. അപ്പോൾ 0 by 100 എന്ന് പറഞ്ഞാൽ 0%. ഈ കേസിൽ രണ്ടും 50% ആണ്. നമ്പർ ഓഫ് ഇതിൽ നിന്ന് 100 ബോൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ 50 ബോൾസ് ആണ് നമ്മുടെ ബ്ലൂ ഉള്ളൂ, 50 ആണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസിൽ പെടുക. അപ്പോൾ 50 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ടോട്ടൽ നമ്പർ ഓഫ് 100 ബോൾസ് ആണ് എല്ലാത്തിലും ഉള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ 100, 50 by 100, അങ്ങനെയാണ് ഈ ഹാഫ് 50% വന്നത്. അങ്ങനെ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് കാൽക്കുലേറ്റ് ചെയ്ത് മാത്തമാറ്റിക്കലി നമ്മൾ ആ ഇവൻറ്റിൻ്റെ ചാൻസ്, അത് നടക്കാനുള്ള ചാൻസ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവിടെ ഒരു സിറ്റുവേഷൻ, 30 ബ്ലൂ ബോൾസ് ഉണ്ട്, 10 ബ്ലൂ അല്ലാത്ത ബോൾസ് ഉണ്ട്. നമുക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇവൻറ്റ് എന്താണ്? പിക്കിങ് എ ബ്ലൂ ബോൾ. ഒരു ബ്ലൂ ബോൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ആ ബാസ്ക്കറ്റ്. നമുക്കറിയാം പ്രോബബിലിറ്റി ഫോർമുല P of E is equal to number of favorable outcome by total number of possible outcomes. ഇവിടെ ഫേവറബിൾ ഔട്ട്കംസ്, ഒരു പിക്ക് ചെയ്യണ ബോൾ ഒരു ബ്ലൂ ബോൾ ആകുക എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം.
ആകെ ഉള്ള 30+40 30+10 40 ബോൾസിൽ 30 ബോൾസും ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് ആകെയുള്ള ഈ 40 ബോളും 1/1 എന്നുള്ള വിധത്തിൽ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 40-ൽ 30 പ്രാവശ്യം ബ്ലൂ ബോൾ ആകാനുള്ള ചാൻസ് ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്താണ്? 30. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എങ്ങനെ കണക്കാക്കണത്? ഇതിനകത്ത് എത്ര പ്രാവശ്യം നമുക്ക് ഈ പറഞ്ഞ ആക്ടിവിറ്റി പിക്കിംഗ് എ ബോൾ എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റും? ടോട്ടലി 30+10 40 ബോൾസ് ഉണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം 40. അങ്ങനെ നമുക്കിപ്പോൾ ഈ ബ്ലൂ ബോൾ പിക്ക് ചെയ്യാനുള്ളതിൻ്റെ പ്രോബബിലിറ്റി കണക്കാക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രോബബിലിറ്റി റിലേറ്റഡ് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ബോൾ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ അല്ലാത്ത വേറെ ഏതെങ്കിലും കളറിലുള്ള ബോൾ പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും സം ആയിരിക്കും ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1. അതായത് ആകെയുള്ള 40 ബോൾ എടുക്കുമ്പോൾ 30 ബോൾ എടുക്കുന്നത് നമ്മുടെ ഫേവറബിൾ ആയ കാര്യമാണ്. ഗിവൺ ഇവൻ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് പ്രോബബിലിറ്റി ഓഫ് ബ്ലൂവിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 10 ബോൾ അത് നമ്മുടെ ഫേവറബിൾ അല്ലാത്ത ഇവൻ്റാണ്, നമ്മുടെ ഫെയിലിയർ കണ്ടീഷൻസ് ആണ്. ആ 10 ബോളിന് എടുക്കുന്ന ആ സിറ്റുവേഷൻ്റെ പ്രോബബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10/40 എന്നാണ് കിട്ടുക. ഈ പി ഓഫ് ബ്ലൂ ബോളും പി ഓഫ് നോട്ട് ബ്ലൂ ബോളും ഈ രണ്ട് പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. ഇത് എന്തിനാ ഓർക്കുന്നതെന്ന് വെച്ചാൽ ചില കേസിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ബോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കുന്നത് ബ്ലൂ അല്ലാത്ത ബോൾ കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്ന്. ആ കേസിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാൽക്കുലേഷൻ വഴി ചെയ്യണമെന്നില്ല. ടോട്ടലുള്ള പ്രോബബിലിറ്റി നമുക്ക് 1 ആണെന്ന് അറിയാം. ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1ൽ നിന്ന് ആ ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് ബ്ലൂ അല്ലാത്ത ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കിട്ടും. ഇവിടെ ബ്ലൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി 30/40 3/4. ഇനി ബ്ലൂ അല്ലാത്ത ബോളാണ് കാണാനായിട്ട് പ്രോബബിലിറ്റി ചോദിച്ചെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് 10 ബ്ലൂ അല്ലാത്ത ബോളിൻ്റെ കൗണ്ട്. ബ്ലൂ അല്ലാത്ത ബോളിൻ്റെ ഫേവറബിൾ കണ്ടീഷൻ 40 - 30. ആ 10 ബ്ലൂ അല്ലാത്ത ബോളാണ് ഇവിടുത്തെ സക്സസ് റേറ്റ് അല്ലോ, ബ്ലൂ അല്ലാത്ത ബോൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ 10/40 കിട്ടുമ്പോൾ 1/4 ആണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതേ ആൻസർ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ടും കിട്ടും. പി ഓഫ് ബ്ലൂ അല്ലാത്ത ബോൾ കാണുന്നത് 1 - പി ഓഫ് ബ്ലൂ ബോൾസ്. അപ്പോൾ 1 - പി ഓഫ് ബ്ലൂ ബോൾസ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1 - 3/4 ചെയ്താൽ 1/4. ഈ 1/4 തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. അതായത് ആലോചിക്കേണ്ട ഒരു കാര്യം, 2 ഇവൻറ്റ്സ് ടോട്ടൽ ഉള്ള ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ബ്ലൂ ആകുന്ന കേസും ബ്ലൂ അല്ലാത്ത കേസും ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 സിറ്റുവേഷൻസ് ആണ്. ഈ ബ്ലൂ ആകുന്ന സിറ്റുവേഷൻ്റെ പ്രോബബിലിറ്റി പ്ലസ് ബ്ലൂ അല്ലാത്ത ബോളിൻ്റെ പ്രോബബിലിറ്റിയും കൂടി ആഡ് ചെയ്താലാണ് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി ആയ 1 ആകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്താൽ 1 - ആ പ്രോബബിലിറ്റി മൈനസ് ചെയ്താൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അടുത്ത ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കണക്കാക്കാൻ പറ്റും. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്